ഫാർമ നിവിൻ പോളി നായകനായി വന്ന 8 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ് PU അരുൺകുമാർ സംവിധാനം ചെയ്ത ഈ ഒരു ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസ്. നിവിൻ പോളിയെ കൂടാതെ ശ്രുതി രാമചന്ദ്രൻ, അതിൻ്റെ കൂടെ രജിത് കപൂർ, അങ്ങനെയുള്ള നിരവധി ആക്ടേഴ്സ്, ബിനു പപ്പു, അങ്ങനെയുള്ള നിരവധി ആക്ടേഴ്സ് അഭിനയിക്കുന്ന ഒരു സീരീസാണിത്. സോ ഈ സീരീസിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ രജിത് കപൂറിൻ്റെ പെർഫോമൻസ് ആണ് അത്യാവശ്യം ഫൈനായിട്ട് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിൽ കൂടിയാണ് സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റും മെയിൻ കഥയും പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ക്രീനിൽ അത്യാവശ്യം നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട് രജിത് കപൂർ. അത് സിനിമയുടെ ഒരു പോസിറ്റീവായിരുന്നു. പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ പെർഫോമൻസ് ഒരു നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. സോ അങ്ങനെ ആദ്യത്തെ 2 എപ്പിസോഡ് അത്യാവശ്യം നല്ലതായിരുന്നു. അതൊക്കെ സീരീസിൻ്റെ പോസിറ്റീവാണ്. സീരീസിൻ്റെ നെഗറ്റീവ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സീരീസ് പറയുന്ന കഥ, ഈ ഒരു ഫാർമ, അതായത് ഈ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സും ആ ജോലി ചെയ്തവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ആദ്യത്തെ 2 എപ്പിസോഡിലുണ്ട്. കാരണം ആദ്യം ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ അവർ കഷ്ടപ്പെടുന്നത്, അവർക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, അവർക്ക് നേരിടേണ്ടി വരുന്ന ഇൻസൾട്ട്, അവർ കാരണം സംഭവിച്ച കുറേ നഷ്ടങ്ങൾ, സോ അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന വേദനകൾ, സോ അങ്ങനെ പല പല സംഭവങ്ങളെക്കുറിച്ച് പറയുന്ന സീരീസ് ആണെങ്കിലും അതിൻ്റെ നറേഷൻ 2nd എപ്പിസോഡ് കഴിഞ്ഞാൽ ഒട്ടും വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു നറേഷൻ പോകുന്ന രീതി തന്നെയാണ്. ഡയലോഗ്സും ആ ഒരു ഡയലോഗ് ഡെലിവറിയും, ചില ആക്ടേഴ്സിനൊക്കെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ആ ഒരു ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും അതൊക്കെ സിനിമയെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. സിനിമയ്ക്ക് വേണ്ട അത്ര സീരിയസ്നെസ് ഉള്ള സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും പറഞ്ഞു വന്ന രീതി ആദ്യത്തെ 2 എപ്പിസോഡ് കഴിയുമ്പോൾ കൂടുതലും വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഫാർമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. പെർഫോമൻസ് വൈസ് നിവിൻ പോളി, രജിത് കപൂർ, ശ്രുതി രാമചന്ദ്രൻ ഇവരൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. പിന്നെ ബിനു പപ്പു അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ അതൊക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ വളരെ ഇമ്പാക്റ്റ് ഉള്ള സംഭവങ്ങൾ. പിന്നെ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടേഴ്സിൽ വന്ന ആ ഒരു ക്യാരക്ടേഴ്സിന് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സീരീസിനോട് ഇമോഷണൽ കണക്ഷനോ ക്ലൈമാക്സ് കാണുമ്പം തോന്നുന്ന ആ ഒരു റിവലേഷനും കാര്യങ്ങളോടുള്ള ഒരു ഇമ്പാക്റ്റ് എല്ലായിടത്തും മിസ്സിംഗ് ആണ്. അത് സീരീസിൻ്റെ ഒരു മേജർ നെഗറ്റീവാണ്. നമ്മൾ കാണാത്ത കഥയല്ല, പക്ഷേ എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന ഒരു പനിക്ക് പോലും ഒരു മരുന്ന് മേടിക്കാൻ പോകുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നിടത്ത് ഡോക്ടേഴ്സ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് പറയുന്ന രീതിയിൽ ആണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ഹാർട്ട് ഹീറ്റിംഗ് ആയിട്ടുള്ള ഡാർക്ക് റിയാലിറ്റിയെക്കുറിച്ച് പറയുന്ന ഒരു സീരീസാണ്. മോശം അനുഭവമല്ല, എന്നാലും അത്ര നല്ലതുമല്ല. അങ്ങനെയുള്ള ഒരു സീരീസാണ് ഫാർമ. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.